അപ്പോൾ നമ്മുടെ സർഗം കിച്ചണിൽ ഇന്ന് നമുക്ക് അടിപൊളി സ്ട്രോബെറി കേക്കാണ് തയ്യാറാക്കിയുള്ളത്. ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡായ സ്ട്രോബെറി ഡ്രീം കേക്കാണത്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണത്. ഇന്ന് നമ്മൾ സർഗം കിച്ചണിൽ സ്ട്രോബെറി കൊണ്ട് ഒരു ഡ്രീം കേക്കാണ് തയ്യാറാക്കുന്നത്. സാധാരണ ഡ്രീം കേക്ക് നമ്മുടെ കിച്ചണിലിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ട്രോബെറി കൊണ്ട് തയ്യാറാക്കാം. അതിന് വേണ്ടി കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സ്ട്രോബെറി എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊണ്ടുവരാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അതിൽ ചേർക്കുമ്പോൾ നമുക്ക് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കാം. അരച്ചു കൊണ്ടുവരുമ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് സ്ട്രോബെറി കട്ട് ചെയ്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അതിലേക്ക് അരയ്ക്കാനായിട്ട് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കാം. അപ്പോൾ പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, കണ്ടൻസ് മിൽക്ക് ചേർക്കണം കാരണം. പിന്നെ നമ്മൾ ഹെർഷിയുടെ സ്ട്രോബെറി സിറപ്പുണ്ട്, ഫ്ലേവറുള്ളത്, അത് നമുക്ക് ഒഴിക്കാം കളർ കിട്ടാനായിട്ട്. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. നമ്മളപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയുള്ളതാണ്. 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. എന്നിട്ട് ഇങ്ങനെ കട്ടിയിൽ വരണം. ഞാനിപ്പോൾ പഞ്ചസാരയുടെ ഇരട്ടി വെള്ളം ചേർത്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കി ചൂടാറിയുണ്ട്. നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് 1/2 കപ്പ് എടുക്കാം. ഷുഗർ സിറപ്പിക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച സ്ട്രോബെറിയും കണ്ടൻസ് മിൽക്കും അതുപോലെ നമ്മുടെ സ്ട്രോബെറിയുടെ സിറപ്പും കൂടി ചേർത്തത് നല്ലോണം ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കേക്ക് സോക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രോബെറിയുടെ ടേസ്റ്റ് ആ കേക്കിലേക്ക് ഉണ്ടാവും. അപ്പോൾ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുമ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ സ്ട്രോബെറിയുടെ സിറപ്പും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയുള്ളത്, ബേസ് തയ്യാറാക്കിയുള്ളത്. അപ്പോൾ ഒരു കടിക്കുമ്പോൾ സ്ട്രോബെറിയുടെ ടേസ്റ്റും കൂടി ആ കേക്കിലേക്ക് വരാൻ വേണ്ടി ഈ ഒരു ടിന്നിലാണ് നമ്മൾ ഡ്രീം കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ 1 കപ്പ് മൈദയും 2 മുട്ടയും പിന്നെ അതിലേക്ക് സ്ട്രോബെറിയുടെ സിറപ്പും അതുപോലെ വാനില എസൻസും കൂടി ചേർത്തിട്ടാണ് ഈ സ്ട്രോബെറി കേക്ക് തയ്യാറാക്കിയുള്ളത്. അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർത്തുള്ളത് സ്ട്രോബെറിയുടെ ഒരു സിറപ്പാണ് ഞാൻ ഇപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൽ ചേർത്തത്. അതാണ് ഈ ഒരു കളർ കിട്ടിയത്. ഇനി നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പും സ്ട്രോബെറിയുടെ ഇതും കൂടി ചേർത്തത് നമുക്ക് ഇതിലേക്ക് സോക്ക് ചെയ്യാം. നല്ലോണം ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ ഒരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് പാത്രം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതിൽ ഷുഗർ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഷുഗർ ചേർക്കാം, പൊടിച്ച ഷുഗർ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഒരു 1/4 കപ്പ് പൊടിച്ച ഷുഗർ ചേർക്കാം. ഒന്ന് അടിച്ച് ഫ്രീസറിൽ വെച്ച കാരണം ഇത് നല്ല കട്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ നേരത്തെ അടിച്ച് വെച്ചത് ചേർക്കാം. അതായത് കണ്ടൻസ് മിൽക്കും അതുപോലെ ഷുഗർ സിറപ്പും പിന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ സിറപ്പും കൂടിയിട്ട് ഒരു കളർ കിട്ടാനായിട്ട്. സ്ട്രോബെറി മിക്സിയിൽ അടിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു കളറാണ് കിട്ടണം. അപ്പോൾ കളർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പും കൂടി ഒന്ന്, അപ്പോൾ ഒരു കളർ കിട്ടും. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ബേസ് വെച്ചു. ബേസ് ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഇനി നമ്മൾ ക്രീം ഇതിലേക്ക് ഇതുപോലെ നമുക്ക് ഇതിങ്ങനെ ആക്കി ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം വേണം നമ്മൾ നെക്സ്റ്റ് ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറി നമുക്ക് ചേർക്കാം. അതൊന്ന്
ഉരുക്കി വെട്ടൊന്ന് തിളച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണം. അപ്പോൾ അതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി സ്ട്രോബെറി ഒന്ന് വെന്ത് വരണം. ഇതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ ഡ്രീം കേക്കും തയ്യാറാക്കാം. സ്ട്രോബെറി ആകുമ്പോൾ സ്ട്രോബെറി ഇങ്ങനെ ചെയ്യണം, മാത്രം ഒന്ന് വിളയിച്ചെടുക്കണം സ്ട്രോബെറി. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രീം ഉണ്ടല്ലോ, നേരത്തെ അടിച്ചു വെച്ചല്ലോ, സെക്കൻഡ് ലെയറിലേക്ക് അടിച്ചു വെച്ച ക്രീം ചേർക്കാം. വിപ്പിംഗ് ക്രീമും സ്ട്രോബെറിയുടെ ജ്യൂസും നമ്മൾ പിന്നെ കണ്ടൻസ് മിൽക്കും കൂടിയുള്ളതൊന്ന് ഇതിലേക്ക് ചേർക്കാം. 1 കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് കൂടി ചേർക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്ത് വന്നാൽ മതി, യോജിച്ച് വരണം. അപ്പോൾ നമ്മുടെ 3rd ലെയർ തയ്യാറായിരിക്കും. ഇതാണ് നമ്മുടെ 3rd ലെയർ. അപ്പോൾ വേണമെങ്കിൽ നട്ട്സ് ചേർക്കാം. ഇതിപ്പോൾ സ്ട്രോബെറി കടിക്കാണ്ടല്ലോ, സ്ട്രോബെറിയുടെ ഡ്രീം കേക്ക് ആയ കാരണം ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല. സ്ട്രോബെറിനെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. നമ്മുടെ 3rd ലെയറിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ചൂടാറാനായിട്ട് മാറ്റാം. 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ഞാൻ ചേർത്ത് ഒന്ന് കൊഴുത്ത് വരാനായിട്ട്. ഇതൊന്ന് ചൂടാക്കാം. ഇതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചത് ഒരു 15 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അത് സെറ്റായതിന് ശേഷം നമ്മൾ 3rd ലെയർ ചോക്ലേറ്റും അതുപോലെ സ്ട്രോബെറി ഒക്കെ ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കടിക്കാനായിട്ട് നമുക്ക് സ്ട്രോബെറി കിട്ടും ചെയ്യും. അത് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് ചേർത്തേണ്ടത്. നല്ല സ്ട്രോബെറി ഡ്രീം കേക്ക് ആകുമ്പോൾ സ്ട്രോബെറി കടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3rd ലെയർ. അതിനുശേഷം നമ്മളിത് ഫ്രീസറിൽ ഒന്നും കൂടി 15 മിനിറ്റ് തണുക്കാനായിട്ട് വെക്കണം. 1 ടേബിൾ സ്പൂണോളം ജലാറ്റിൻ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്യുമ്പോഴത് നല്ലോണം ഒന്ന് ഉരുകി വരുള്ളൂ. അപ്പം നമ്മൾ ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ട് കണ്ട. ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ചേർക്കണം. അതും കൂടി ചേർത്ത് വെക്കണം. ഇതാണ് നമ്മുടെ ഗ്ലാസ് ലെയറാണ്. ഇത് ലാസ്റ്റത്തെ ലെയറാണ്. ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സും കൂടി ചേർത്ത് അതിലേക്ക് സെറ്റ് ചെയ്യാം. ജലാറ്റിൻ മെൽറ്റ് ചെയ്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഒന്ന് സിറപ്പ് ചേർക്കാം, ഒരു റെഡ് കളർ കിട്ടാനായിട്ട്. റെഡിൽ കിടക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക സ്ട്രോബെറി. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ട്രോബെറി ഒക്കെ ഇങ്ങനെ നെടുകെ കീറി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് നമ്മൾ തണുക്കാൻ വെച്ച ഡ്രീം കേക്ക് ജാറിലേക്ക് നമുക്കിത് ഒഴിക്കാം. അപ്പം നമ്മുടെ ഗ്ലാസ് ലെയറാണ് ഈ ഒഴിക്കണത്. അത് അതിന് ശേഷം ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വെച്ചാൽ മതി. നമ്മുടെ ഡ്രീം കേക്ക് അടിപൊളിയാവും. അപ്പം നമ്മുടെ സ്ട്രോബെറിയിൽ അവസാനത്തെ ലെയറായ ഗ്ലാസ് ലെയറും കൂടി ഒഴിച്ച് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇങ്ങനെ നല്ല ഗ്ലാസ് ലെയർ കണ്ടില്ലേ, നല്ല കട്ടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ ജലാറ്റിൻ ചേർത്തിട്ടുള്ള ലെയറാണത്. ഇതിപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല ക്രീമി സ്ട്രക്ചറിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ബേസ് വെച്ചു, പിന്നെ ഷുഗർ സിറപ്പ്, അങ്ങനെ എല്ലാം കൂടിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കണം. ഇതുപോലെ ഇത് ഗ്ലാസ് ലെയർ ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് ഞാൻ 3 കേക്കാണ് തയ്യാറാക്കി. 2 ടിന്നിലായിട്ടും പിന്നെ അതുപോലെ ഇതുപോലെ ഒരു ഗ്ലാസ്സിലായിട്ടും തയ്യാറാക്കില്ല. ഇതിലാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണാൻ പറ്റും എത്ര ലെയർ ഉണ്ടെന്നൊക്കെ ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. പുറത്തേക്ക് നല്ല കോസ്റ്റായിട്ട് 10,000 ചില്ലാൻ രൂപ ഉണ്ടാവും ഇതിന് പുറത്ത്. അത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് നിസ്സാര കാശിന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇപ്പം ഇതിൽ ഞാൻ ബേസ് തയ്യാറാക്കിയുള്ളത് കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പും കൂടിയിട്ടാണ് തയ്യാറാക്കിയുള്ളത്. അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ അത് സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോ ലെങ്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസ് തയ്യാറാക്കുന്നത് ഈ വീഡിയോയിൽ ഇടാഞ്ഞത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.